കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു. തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് സമയത്ത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJP-യിലേക്ക് വന്ന പത്മജ വേണുഗോപാൽ ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയാം. പത്മജ വേണുഗോപാൽ വളരെ ശക്തയായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. പക്ഷെ ഇവിടെ ക്യാമ്പയിനിങ്ങൾക്കൊന്നും അവരെ കാണുന്നില്ല എന്നുള്ളത്. കാരണം സ്വരാജിൻ്റെ ഗവൺമെൻറ്, അതായത് സ്വരാജിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സ്വരാജിൻ്റെ പാർട്ടി, ആ സംവിധാനം ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ആ മരിച്ചുപോയ കുഞ്ഞ് അനന്തു. അല്ല, ഇപ്പോൾ നിലവിൽ ബാധിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ BJP-ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. അത് സത്യമല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് BJP പറയുന്നില്ല. ഇല്ല, ബാധിക്കപ്പെടുന്നുണ്ടല്ലോ, പുറത്തു വരുന്ന കണക്കുകൾ അതല്ലേ. അപ്പോൾ നമ്മൾ നോക്കണം, ഒരു 5 വർഷ കാലയളവിൽ തന്നെ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ കേരളത്തിൽ, വന്യജീവി ആക്രമണം കൊണ്ടുണ്ടായിട്ടുള്ള മരണങ്ങൾ വളരെ വലിയ സംഖ്യയാണത്. രണ്ട് പാർട്ടികളിൽ നിന്ന് അടുത്തിടയിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു വ്യക്തി പറയുകയാണ് ഇവരുടെ എല്ലാ എതിർപ്പ് സംഘപരിവാർ ശക്തികളോടാണ്. സരിനെ ഈ കോൺഗ്രസ്സിൽ അധികകാലം സരിന് സ്ഥാനമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സരിൻ വന്നത് നമുക്കറിയാം. സംഘപരിവാറിനെ വിമർശിക്കാനാണെങ്കിൽ സരിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതായിരുന്നു? സരിൻ നിന്ന പാർട്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും സമരമുഖങ്ങൾ തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു സമരമായിരിക്കുമോ ഇനിയുള്ള കാലത്ത് BJP-ക്ക് വരാൻ പോകുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയും അജിറ്റേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയേ പറ്റൂ. നമസ്കാരം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥിയായുള്ളത് BJP-യുടെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് TP സിന്ധുമോളാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ ചേച്ചി. BJP പുതിയ അധ്യക്ഷൻ, കേരള അധ്യക്ഷൻ എത്തിയിരിക്കുന്നു. BJP എന്തിനേയും നേരിടാൻ പണ്ടേ ശക്തമാണ്, ഒന്നുകൂടി ശക്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പല കോണുകളിൽ നിന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ എന്തൊക്കെയാണ് BJP-ക്ക് വേണ്ടി ഭാവിയിൽ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അവിടെയാണ് അപ്രതീക്ഷിതമായി എന്ന് വേണമെങ്കിൽ പറയാകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നതായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം ചോദിച്ചത്. പിന്നീട് അവിടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയായിട്ട് കടന്നു വരുന്നു. മോഹൻ ജോർജിൻ്റെ പേര് ഇതിനു മുമ്പ് അങ്ങനെ BJP-യിൽ സജീവമായൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ്. സ്വാഭാവികമായി ആളുകൾക്ക് തോന്നും UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്, ഇപ്പുറത്ത് CPM-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് M സ്വരാജാണ്. അപ്പോൾ ഒരു ഹൈന്ദവനും ക്രൈസ്തവനും മത്സരിക്കുമ്പോൾ എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ അവിടെ മത്സരിപ്പിച്ചേക്കാം എന്ന സ്മാർട്ട് ചിന്തയാണോ BJP-യെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തിക്കാനുണ്ടായ കാരണം? ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ആദ്യം പറഞ്ഞു, രോഹിത് സൂചിപ്പിച്ചല്ലോ, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉയർത്തിയിരുന്നു. അത് സത്യത്തിൽ വളരെ കാതലായിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂരിലെ ജനങ്ങളെ തള്ളിയിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആവശ്യമില്ലാതെ വെറും ഒരു 8 മാസത്തേക്ക് വേണ്ടിയിട്ട്, കാലയളവിലേക്ക് വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ തെരഞ്ഞെടുപ്പ് വേണമോ എന്നുള്ള ചോദ്യത്തിൻ്റെ പിന്നിൽ അതിനു വേണ്ടി വരുന്ന മനുഷ്യപ്രയത്നം, അതിനു വേണ്ടി വരുന്ന ചെലവുകൾ, ഒരു സർക്കാർ, നമ്മളുടെ സർക്കാർ ഇതുപോലെ ഒരു ബാധ്യതയിലൊക്കെ നിൽക്കുമ്പോൾ വീണ്ടും ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, NDA-യുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടെത്തലാണ് ശ്രീ മോഹൻ ജോർജ്. അദ്ദേഹത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചതിൻ്റെ ഒരു പ്രധാന കാരണം ആ നാട്ടിലെല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ആളാണ്. നമ്മൾ പറയും വരത്തനൊന്നുമല്ല, അവിടെ ഉള്ള ആളാണ്. അദ്ദേഹത്തിന് അഭിഭാഷക വൃത്തിയിൽ അദ്ദേഹം പ്രൊഫഷണലായിട്ട് അദ്ദേഹം ഏറെ അറിയപ്പെടുന്നു. അവിടെ അദ്ദേഹം രാഷ്ട്രീയവും സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലങ്ങളിലൊക്കെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ട് BJP-ക്ക് അക്കോമഡേറ്റ് ചെയ്ത് കൂടാ എന്നുള്ള ചോദ്യം ഉണ്ടായി. ഒരുപാട് നേതാക്കന്മാരുണ്ട് BJP-യിൽ. ഇപ്പോൾ ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഏത് മേഖലയിൽപ്പെട്ട ആയാലും ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ട്. പക്ഷേ എങ്കിലും ഒരു പുതുമുഖത്തെ അവതരിപ്പിക്കണം. കാരണം BJP-യെ സംബന്ധിച്ച് ഇന്ന് ഒരു 20% വോട്ട് വർധനവിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എത്തിയതിന് ശേഷം ഒരുപാട് ആളുകൾ BJP-യിലേക്ക് പല മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ളവരുണ്ട്, അത്ര അറിയപ്പെടാത്തവരുണ്ട്, സാധാരണക്കാരായിട്ടുള്ളവരുണ്ട്. പല മേഖലകളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP അംഗത്വം സ്വീകരിക്കുന്നു, പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് വരുന്നു, അങ്ങനെ പലരും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു പുതുമുഖത്തെ എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമായിരുന്നു. അങ്ങനെയാണ് ശ്രീ മോഹൻ ജോർജിലേക്ക് എത്തിയത്. അദ്ദേഹം എന്തുകൊണ്ടും മറ്റു സ്ഥാനാർത്ഥികൾക്കൊപ്പമോ അതിനൊരു പടി മുകളിലോ
മേന്മ തെളിയിക്കാൻ, കഴിവ് തെളിയിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ്. നിലമ്പൂരിൽ BJP കാണുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നിലമ്പൂരിൽ BJP ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയെന്ന് പറയുന്നത് 2016 തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 12,000 കടന്നു. 12,500 വോട്ടോളം അന്ന് സമാഹരിച്ചിട്ടുണ്ട്. PV അൻവർ ആദ്യമായി MLA ആവുന്ന വർഷം. അതെ അതെ. അതിനുശേഷം കഴിഞ്ഞ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും BJPക്ക് താരതമ്യേന ഒരു വോട്ട് ഷെയർ കുറയുന്ന കാഴ്ചയുണ്ട്. അതിൻ്റെ പ്രതിഫലനം നിലമ്പൂരിലും ഉണ്ടായി. അത് ഏതാണ്ട് 8,000 സംതിങ് വോട്ടിലേക്ക് എത്തി. പക്ഷേ ഇതിനിടയിൽ ഒരു വോട്ട് ബാങ്ക് BJPക്ക് ഉണ്ട്. വോട്ട് ബാങ്ക്, അടിയുറച്ച വോട്ടുകൾ അവിടെ ഉണ്ട്. അത് വർദ്ധിച്ചിട്ടുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഈ നിരന്തരമായിട്ടൊരു 3 ടേമായിട്ട് മോദിജിയുടെ ഭരണം, BJPയുടെ കേന്ദ്ര ഭരണം, അതോടനുബന്ധിച്ച് കേരളത്തിനെ എങ്ങനെയാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നത്, ഒരുപാട് സഹായങ്ങൾ എത്തുന്നു, ഒരുപാട് ഫണ്ടുകൾ അനുവദിക്കുന്നു, ഒരുപാട് പ്രോഗ്രാംസ് എത്തുന്നു. ഇതൊക്കെ ജനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായിട്ടും അവിടെ BJPയിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ BJPയോട് അനുഭാവമുള്ള ഇതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ BJPക്കുണ്ട്. വോട്ടർമാരുണ്ടായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ അടിസ്ഥാനപരമായ വോട്ട് എന്ന് കണ്ടത് നമ്മൾ ഏതാണ്ട് 12,000 വോട്ടുകളാണ്. പക്ഷെ അതിലും ഒരു വലിയ വർധനവ് എന്തായാലും ആളുകൾക്കിടയിൽ ഇപ്പോൾ BJPയോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മനസ്സുള്ളവർ ഉണ്ടായിട്ടുണ്ടാവും. നിലമ്പൂരിൽ അപ്പോൾ BJP സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്നുറപ്പാണ്? അങ്ങനെയല്ല, ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. നിലമ്പൂര് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം BJPക്ക് അനുകൂലമായിരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയുണ്ട്. വിജയം പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. നോക്കൂ, നിലമ്പൂരിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം വന്യജീവി പ്രശ്നമാണ്. സ്വാഭാവികം കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഒരു ആവശ്യം, കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട ഒരു ആവശ്യം കേന്ദ്ര വനം വകുപ്പ് മന്ത്രി നിരുപാധികം തള്ളിക്കളയാണ്. പന്നിയെ ക്ഷുദ്രജീവി എണ്ണത്തിൽ പെടുത്തണം, ആ പട്ടികയിലേക്ക് മാറ്റണം എന്ന ആവശ്യമോടെ തള്ളിക്കളയുന്നു. ഇതൊക്കെ നിലമ്പൂരിൽ ചർച്ചയാകില്ലേ? കേന്ദ്രം ഇവിടുത്തെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നൊരു പ്രചരണം അവിടെ BJPക്കെതിരെ ഉണ്ടാകില്ലേ? കേന്ദ്ര സർക്കാരിനെതിരെ ഉണ്ടാകില്ലേ? ഇവിടെ ഈ പന്നിശല്യം അതുപോലെയുള്ള ഇവിടെ ആ മേഖലയിലല്ലാതെ നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും കാട്ടാന ശല്യം അതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഡാറ്റയുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുമുണ്ട്. എത്ര ആളുകൾ ഇടുക്കിയിലും വയനാട്ടിലും അതുപോലെ പല മേഖലകളിൽ ഇതുപോലുള്ള മേഖലകളിലായിട്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു, അല്ലാതെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ മരിച്ചു എന്നുള്ള കൃത്യമായ ഡാറ്റയുണ്ട്. ഇതൊക്കെ അനുസരിച്ച് ഇതിന് ഒരു പരിഹാരം കാണുവാനായിട്ട് ഉള്ള രീതിയിലുള്ള എല്ലാവിധ ഇടപെടലുകളും കേന്ദ്രം നൽകിയിട്ടുണ്ട്. സത്യത്തിൽ എൻ്റെ കയ്യിൽ ആ ഡാറ്റയുണ്ട്. ഇപ്പോൾ എനിക്കത് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്താണ് ചോദിക്കുക, ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കറക്റ്റ് ഡാറ്റയുണ്ട്. അതായത് നിലമ്പൂരിനെ സംബന്ധിച്ചായാലും ഈ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞു. കാരണം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അനന്തു എന്ന് പറയുന്ന ഒരു കുഞ്ഞ് അവിടെ ഷോക്കേറ്റ് മരിച്ചത് നമ്മൾ കണ്ടു. പന്നിയെ പിടിക്കാൻ വെച്ച കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു എന്നുള്ളത് നമ്മൾ വാർത്ത കണ്ടു. അത് ഈ ഇലക്ഷനിടയിലാണ് സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ചർച്ചയാണ്. ആ ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്, മോദി ഗവൺമെൻറ് എന്തൊക്കെ പദ്ധതികൾ ഇതിനു വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ, പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇവിടെ അനുവദിച്ചിരുന്നു എന്നുള്ളത് ഒരു വലിയ ഡാറ്റ തന്നെയുണ്ട്. ഫണ്ടുകൾ എത്തിയിട്ടുണ്ട്, വലിയ തോതിലുള്ള ഫണ്ടുകൾ അതിനു വേണ്ടി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ വിനിയോഗം ഇവിടെ കൃത്യമായിട്ട് നടന്നോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലമ്പൂരുകാർ കൈ ചൂണ്ടുന്നത് സ്വരാജിൻ്റെ നേരെയായിരിക്കും. കാരണം സ്വരാജിൻ്റെ ഗവൺമെൻറ്, അതായത് സ്വരാജിൻ്റെ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സ്വരാജിൻ്റെ പാർട്ടി, ആ സംവിധാനം ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ആ മരിച്ചുപോയ കുഞ്ഞ് അനന്തു. അതുകൊണ്ട് ഈ ചോദ്യം കേന്ദ്രത്തിന് നേരെ ആയിരിക്കില്ല, മറിച്ച് കേരള സർക്കാരിനെതിരെ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ടാണ്. മാത്രമല്ല, ഡീൻ കുര്യാക്കോസിന് കേന്ദ്ര വനം മന്ത്രാലയം കൊടുത്ത മറുപടി അനുസരിച്ച് ക്ഷുദ്രജീവികളാണെങ്കിൽ അല്ലെങ്കിൽ വന്യജീവികൾ മനുഷ്യനും സ്വത്തിനും ഭീഷണിയാകുന്നുണ്ടെങ്കിൽ വെടിവെക്കാനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട്. പക്ഷെ അത് കേരള സർക്കാർ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് വെറുതെ കേന്ദ്രത്തെ കുറ്റം പറയുന്നു, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലെറ്റർ വരുന്നു എന്നല്ലാതെ പാവങ്ങൾക്ക്, എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ ഈ പ്രശ്നത്തിൽ ബാധിക്കപ്പെടുന്നു എന്ന കാര്യത്തിൽ BJPക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. ജനങ്ങൾ ബാധിക്കപ്പെടരുത്, BJPയുടെ ഇപ്പോൾ നിലവിൽ ബാധിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ BJPക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. അത് സത്യമല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് BJP പറയുന്നില്ലല്ലോ. ഇല്ല, ബാധിക്കപ്പെടുന്നുണ്ടല്ലോ. പുറത്തു വരുന്ന കണക്കുകൾ അതല്ലേ.
അപ്പോൾ നമ്മൾ നോക്കണം, ഒരു 5 വർഷ കാലയളവിൽ തന്നെ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ കേരളത്തിൽ, വന്യജീവി ആക്രമണം കൊണ്ടുണ്ടായിട്ടുള്ള മരണങ്ങൾ വളരെ വലുതാണ്, വലിയ സംഖ്യയാണത്. ഞാനതാ പറഞ്ഞത്, ഞാൻ രോഹിത്തിന് ഡേറ്റ തരാം, അത് പരിശോധിക്കാൻ എൻ്റെ കയ്യിലുണ്ടത്. അപ്പോൾ അത്രയും വലിയ ഒരു പ്രശ്നമാണത്, കേരളത്തെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇതിന് പരിഹാരം കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നിലവിൽ ഇവിടുത്തെ ഭരണ സംവിധാനം, സർക്കാർ സംവിധാനം എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു, സംസ്ഥാന സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും കേന്ദ്രത്തിനെ പഴിചാരുന്ന ഒരു പ്രവണത, അതിപ്പോൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ഇതിനൊക്കെ പരിഹാരമായിട്ട് എന്തൊക്കെ സംവിധാനങ്ങൾ വേണം, അതിനൊക്കെയുള്ള ഫണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ കേന്ദ്രം തരുന്നത് വളരെ കൃത്യമായിട്ട് ഇന്ന് സുതാര്യമാണ്. ആർക്കും ഒരു ചെറുവിരൽ കൊണ്ട് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ അതുള്ളൂ. അതുകൊണ്ട് ഇന്ന് ജനങ്ങളെ അത്രത്തോളം വിഡ്ഢികളാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നാണ്, ഇതുപോലെ ആളുകൾ കൊല്ലപ്പെടരുത്, കുഞ്ഞുങ്ങൾ മരിക്കരുത്, ഇതൊക്കെ തന്നെയാണ് BJPയുടെ ആഗ്രഹം. അതിന് കേന്ദ്രം നൽകുന്ന പദ്ധതികളെ ഈ സംസ്ഥാന സർക്കാരുകൾ എങ്ങനെ വിനിയോഗിക്കുന്നു, ചോദ്യം അവർക്ക് നേരെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവിടെ ജനങ്ങൾ ചോദ്യം ചോദിക്കുന്നത് സ്വരാജിന് നേരെയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ BJP നില മെച്ചപ്പെടുത്തുന്നു, സ്വരാജിന് ഭരണകൂടത്തിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ ഒരു വിജയ സാധ്യത ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകും എന്നൊരു വിലയിരുത്തലുണ്ടോ? ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അവിടുത്തെ ജനങ്ങൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം, പല ചർച്ചകൾ നമ്മൾ കണ്ടു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ, PV അൻവർ എന്ന് പറയുന്ന നിയുക്ത MLA ആയിരുന്നയാൾ, അദ്ദേഹം ഇപ്പോൾ ഈ വരുത്തിവെച്ച മുൻ MLA വരുത്തിവെച്ച ഈ പ്രശ്നങ്ങൾ, അത് ജനങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. PV അൻവറിൻ്റെ കൂടെ ജനങ്ങൾ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയായിരുന്നു, ഒരിടത്ത് നിൽക്കാതെ അവിടേക്കോടും ഇവിടേക്കോടും, അവസാനം തൃണമൂലിൽ ചെന്ന് ചേർന്ന് ചിഹ്നത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നിരാശ ഉണ്ടായിട്ടുണ്ട്. കിട്ടാതെ പോയതാണ്, ആരും അംഗീകരിക്കാതെ പോയി. അതെ, ആരും അംഗീകരിച്ചില്ല. VD സതീശനൊക്കെ കറിവേപ്പില പോലെ എടുത്തു കളയുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ നിരാശയുണ്ടാക്കിയിട്ടുണ്ട്. സ്വരാജ് എന്ന് പറയുന്ന CPMൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ, സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വളരെയധികം അവമതിപ്പ് ഇതിന് മുമ്പുള്ള സ്വന്തം ജന്മനാട്ടിൽ ചെന്ന് ഞാൻ ഇന്നടുത്താണ് താമസിക്കുന്നതെന്ന് പരിചയപ്പെടുത്തി കൊടുത്ത അവസ്ഥയിലേക്ക് വന്നു. ആ അവമതിപ്പ് അവിടെയുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച്, ആര്യാടൻ ഷൗക്കത്ത് മലക്കം മറിഞ്ഞു വരികയും ഇപ്പോൾ ജിഹാദി കൂട്ടുകെട്ടുകളെ പ്രീണിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നത് കൊണ്ട് അവിടുത്തെ വലിയൊരു വിഭാഗത്തിന്, ക്രിസ്ത്യൻ വിഭാഗത്തിന്, ജിഹാദി കൂട്ടുകെട്ട് അവിടെ നമ്മൾ കണ്ടല്ലോ, PDPയുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറയുമ്പോഴും, ജമാഅത്തെ ഇസ്ലാമിയായിട്ടും ഒരു ബന്ധവും ഇല്ലെന്ന് പറയുമ്പോഴും, ഇവരൊക്കെ ആയിട്ട് ഇവർ രണ്ടു കൂട്ടരും, അതെ, ജമാഅത്തെ ഇപ്പുറത്ത്, ഞാൻ അതാണ് പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഒരു സംവിധാനവുമായിട്ടൊക്കെ ഈ രണ്ടു കൂട്ടരും കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്, മത്സരിച്ചാണ് വർഗീയവാദികൾ. വോട്ട് വാങ്ങി ഒരിക്കൽ MLA ആയ PC ജോർജ് ഇന്ന് BJPയിലാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. തള്ളി പറഞ്ഞല്ലോ, ഇവിടെ തള്ളി പറയുന്നില്ലല്ലോ. മതഭീകരവാദമാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി, അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം അവർ വിശ്വസിക്കുന്നത് അവരുടെ വോട്ട് വാങ്ങുക, അധികാരത്തിലെത്തുക, 5 വർഷം അത് ആവോളം അനുഭവിക്കുക, അതിനുശേഷം അവരെ തള്ളിപ്പറയുക, അതൊരത്ര നയപരമായ ഒരു കാര്യമായി തോന്നുന്നു. അങ്ങനെയല്ല, PC ജോർജിന്റെ കാര്യത്തിൽ ഉണ്ടായത് അതല്ല, അനുഭവത്തിൽ കൂടി, അല്ലെങ്കിൽ എന്താണ് ഇവർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ അദ്ദേഹം ആ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ഇവരാരും തള്ളിക്കളയാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സ്വീകരിക്കുകയാണ്. അവർക്ക് കൂടുതൽ ഹാരാർപ്പണം നടത്തിക്കൊണ്ട് കൂടുതൽ ചേർക്കുകയാണ്. അപ്പോൾ വർഗീയവാദം സത്യത്തിൽ VD സതീശൻ്റെ പാർട്ടി ആയാലും ശ്രീമൻ പിണറായി വിജയൻ്റെ പാർട്ടി ആയാലും, ഇവർ രണ്ടും ചെയ്യുന്നത് എന്താണ്? വർഗീയതയെ വളർത്തുകയാണ് തത്വത്തിൽ. അതാണിപ്പോൾ നിലമ്പൂർ കാണുന്നത്. നിലമ്പൂർ ഇപ്പോൾ ചർച്ചാ വിഷയം അതായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഒരു വിഭാഗം കൂട്ടുപിടിക്കുന്നു, PDP ഒരു വിഭാഗം കൂട്ടുപിടിക്കുന്നു. കൂട്ടുപിടിക്കുന്നെങ്കിലും ഇത് നിലമ്പൂരിലെ ജനതയാണെന്നേ വോട്ട് ചെയ്യുന്നത്. ഈ പാർട്ടിയിൽ ജമാഅത്തെ ഇസ്ലാമിലായാലും PDPയിലായാലും അത് നിലമ്പൂരിലെ വോട്ടർമാരാണ് അവിടെ മെമ്പർമാരായിരിക്കുന്നത്. അല്ല, അങ്ങനെ അതിനെ പറയാൻ പറ്റില്ല രോഹിത്. അതായത് നിലമ്പൂരിലെ ജനത എന്ന് പറയുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായി ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. എപ്പോഴും എന്താണ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? ഇതുപോലെ വർഗീയ ചായ്വുള്ള, അല്ലെങ്കിൽ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന അത്തരം ഒരു N ബ്ലോക്ക് സംവിധാനം, വോട്ട് സംവിധാനം ഒരിടത്തുണ്ടെങ്കിൽ, അതൊരു N ബ്ലോക്കായിട്ട് വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ടുള്ളത് സംഭവിക്കുകയാണ്.
അവിടെ ജയിച്ചു വരികയാണ്. ജനങ്ങൾ, ഭൂരിഭാഗം ജനങ്ങൾ അതാണോ ആഗ്രഹിച്ചതെന്ന് ചോദിച്ചാൽ അല്ല. അല്ല, ഇപ്പുറത്ത് ഇപ്പം ചിന്തിക്കൂ, ഒരു ഭാഗം ആളുകൾ ചിന്തിക്കുന്നുണ്ട് BJP അല്ലെങ്കിൽ RSS അത് വർഗീയ സംഘടനയാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയല്ലേ ഇപ്പുറത്തെ ജമാഅത്തെ പറ്റി, ഇസ്ലാമിയെ പറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത്? ആ ധാരണയിൽ നിന്നൊക്കെ ജനം വിട്ടുപോയല്ലോ. ഇപ്പോഴും അത് വിശ്വസിക്കുന്നവരുണ്ട്, പ്രത്യേകിച്ച് അത് ഈ വർഗീയവാദികളാണ്. ഈ വർഗീയവാദികളും VD സതീശനെ പോലെ സംസാരിക്കുന്ന ആളുകളും ശ്രീമൻ പിണറായി വിജയനെ പോലെ, സ്വരാജിനെ പോലെയൊക്കെ സംസാരിക്കുന്ന ആളുകളും മാത്രമേ അത് പറയുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ഡോക്ടർ സരിനുമായ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ ഡോക്ടർ സരിൻ പറഞ്ഞത്, സംഘപരിവാറിനെ എതിർക്കാനാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്. ഞാൻ എൻ്റെ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് സംഘപരിവാർ ശക്തികൾക്ക് എതിരെ സംസാരിക്കുന്ന ഒരു സംഘടനയിൽ ചേരണം, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് തിരഞ്ഞെടുത്തു. കോൺഗ്രസ് പക്ഷേ ഇന്നത്തെ ഇടതുവിരുദ്ധരായി മാറി, സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ CPM-ലേക്ക് പോയി എന്നാണ് സരിൻ പറഞ്ഞത്. അതായത് ഈ രണ്ട് പാർട്ടികളിൽ നിന്ന് അടുത്തിടയിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു വ്യക്തി പറയുകയാണ് ഇവരുടെ എല്ലാ എതിർപ്പ് സംഘപരിവാർ ശക്തികളോടാണ് എന്ന്. സരിനെ ഈ കോൺഗ്രസ്സിൽ അധികകാലം സരിന് സ്ഥാനമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സരിൻ വന്നത് നമുക്കറിയാം. സംഘപരിവാറിനെ വിമർശിക്കാനാണെങ്കിൽ സരിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതായിരുന്നു? സരിൻ നിന്ന പാർട്ടിയായിരുന്നു. സംഘപരിവാറിനെ വിമർശിക്കാനൊന്നുമല്ല, സീറ്റ് കിട്ടാതെ വന്നപ്പോൾ മലക്കം മറിഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഇപ്പുറത്ത് വന്നയാളാണ് സരിൻ എന്ന് എല്ലാവർക്കും അറിയാം. ഞാനത് സരിനെ വ്യക്തിപരമായി നമ്മൾ പറയാൻ വേണ്ടിയിട്ടല്ല. അല്ല, സരിൻ പറയുന്നത് സംഘപരിവാറിനെ വിമർശിച്ചാൽ മാത്രമേ, ഇപ്പം BJP വിട്ടുപോയ ചിലരൊക്കെ ഉണ്ടല്ലോ, സരിനത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കോൺഗ്രസ് വിട്ട് ഞാൻ BJP-യിലായിരുന്നു പോയതെങ്കിൽ ആർക്കും കുഴപ്പമുണ്ടായില്ലായിരുന്നു. ഞാൻ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയതാണ് എല്ലാവർക്കും പ്രശ്നമായി മാറിയത്. കോൺഗ്രസ് വിട്ടാൽ BJP, CPM വിട്ടാൽ BJP, അല്ലാതെ മറ്റൊരു പാർട്ടിയെക്കുറിച്ച് ഇവിടെ ആർക്കും ചിന്തയില്ല. ഈ കോൺഗ്രസിലായാലും CPM-ലായാലും ഇരിക്കുമ്പോൾ സംഘപരിവാർ ശക്തികൾക്കെതിരെ സംസാരിക്കുകയും പിന്നീട് ആ സംഘടനയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത് എന്ന ആ പോയിന്റിലാണ് സരിൻ ഇത് പറയുന്നത്. അത് സരിൻ അത് പിടിച്ചു നിൽക്കാൻ അതിൽ എന്ത് യാഥാർത്ഥ്യമുള്ളത് രോഹിത്തെ? അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം നേരെ CPM-ലേക്ക് മലക്കം മറിയുന്നത്. CPM ആണെങ്കിൽ പാലക്കാട് അമ്പെ തകർന്നിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, പാർട്ടിയാണ്. അതുപോലെ ഒരാളെ കിട്ടിയപ്പോൾ അവർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ ആ സത്യത്തിൽ സരിൻ ആരെ എതിർക്കാനാണ് CPM-ലേക്ക് പോയത്? രാഹുൽ മാങ്കൂട്ടത്തെയും അതേപോലെ ഷാഫി പറമ്പിലിനെയും. കോൺഗ്രസ് എന്ന് മൊത്തം ഞാൻ പറയുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തെയും ഷാഫി പറമ്പിലിനെയും ആ കൂട്ടുകെട്ടിനെയും എതിർക്കാൻ വേണ്ടി മാത്രം CPM-ലേക്ക് ചാടിപ്പോയ ആളാണ് സരിൻ. ആ സരിൻ അവിടെ ചെന്ന് നിന്ന് സരിന് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു BJP-യെ എതിർക്കാൻ. അതിലും നല്ല പ്ലാറ്റ്ഫോം, അതായത് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്ന് രാഹുൽ ഗാന്ധി പറയുന്ന നെറികേടുകളുടെ അത്രയും, അതായത് കോൺഗ്രസിൻ്റെ മുഖമാണല്ലോ, കോൺഗ്രസ് എന്ന് തന്നെ പറയാം, മുഴുവൻ കോൺഗ്രസ് എന്ന് തന്നെ പറയാം, അത്രയും ഒരു നെറികേട് RSS-നെ കുറിച്ചോ BJP-യെ കുറിച്ചോ മറ്റാരും പറയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം അവിടെ സരിനുണ്ടായിരുന്നു, കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് വിമർശിക്കാമായിരുന്നു. അപ്പം അത് പറയാൻ വേണ്ടി ഞാൻ CPM-ലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയും നമ്മൾ വിശ്വസിക്കുക? അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാനത് പറഞ്ഞതിന്റെ കാരണം ഇവരെല്ലാം എതിർക്കുന്നത് സംഘപരിവാർ ശക്തികളെയാണ്, BJP ആണ്, അല്ലെങ്കിൽ RSS-നെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പോഷക സംഘടനകളെയാണ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് UDF ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു, LDF PDP-യെ കൂട്ടുപിടിക്കുന്നു. അതാണല്ലോ സത്യം. ഞാൻ പറഞ്ഞതാണ് റിയാലിറ്റി. കേരളത്തിലെ രാഷ്ട്രീയം പരിശോധിക്കൂ. ഏത് കാലഘട്ടത്തിലും LDF അധികാരത്തിൽ വന്നപ്പോഴും കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴും ഇവർ ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അല്ലാതെ നിലനിൽപ്പ് പറ്റില്ല. എന്റെ ചോദ്യം, ഈ പറയപ്പെടുന്ന സ്വരാജിനെയും ആര്യടൻ ഷൗക്കത്തിനെയും അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിൽ തമ്മിൽ ഭേദം തോമൻ എന്ന നിലയിൽ UDF-ന് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അവിടെ 10 വർഷക്കാലത്തോളം അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അധ്യക്ഷനായിരുന്ന ആളാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ആര്യാടന്റെ നിലപാടുകളെ കുറിച്ച് നമുക്കറിയാം. ആര്യാടൻ കൃത്യമായി ഒരു മതേതരവാദത്തിന്റെ ആളായിരുന്നു, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ആളായിരുന്നു. സ്വാഭാവികമായ കുടുംബം ഒരിക്കൽ പരാജയം സംഭവിച്ചു. വീണ്ടും ഒരു അവസരം അദ്ദേഹത്തിന് ലഭിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വരാജിനെ പോലെ കരുത്തനല്ലാത്ത, അതായത് നിലമ്പൂർ മണ്ഡലത്തിൽ കരുത്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി CPM-ലും BJP-ക്ക് അവിടെ വലുതായി നില മെച്ചപ്പെടുത്തുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിലേക്കുള്ളൊരു പാത വെട്ടിത്തെളിക്കലാകില്ലേ അത്? ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കറിയാം BJP സംസ്ഥാന വക്താവ് എന്ന നിലയിൽ താങ്കൾക്ക് അതിൽ കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല എന്നറിയാം, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ആര് ജയിച്ചാലും അവിടെ BJP നിർണായകമാണ്. കാരണം 2700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് PV അൻവർ ജയിച്ചത്. ഈ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിരാശയുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് അയാളുടെ തട്ടകമാണ്. സ്വാഭാവികമായിട്ടും VD സതീശൻ
ഉൾപ്പെടെയുള്ള ടീം VV അൻവറിനെ അത്രയ്ക്കും അപമാനിച്ചാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അന്ന് VV പ്രകാശ് പിടിച്ച ചില ഹൈന്ദവ വോട്ടുകളുണ്ട്. BJP അക്കൗണ്ടിൽ നിന്ന് VV പ്രകാശ് പിടിച്ചുകൊണ്ട് പോയ കുറച്ച് വോട്ട് അതൊക്കെ BJPയിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം കാലഘട്ടം മാറി. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ജനങ്ങൾ ഒരുപാട് ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സാഹചര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങൾ ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അന്ധമായിട്ട് ഞാൻ BJP ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരുപക്ഷെ നിങ്ങൾ എന്നെ പരിഹസിക്കും. പക്ഷേ BJP ജയിക്കില്ല എന്ന് കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം നിലമ്പൂരിലും പ്രകടമാകും. BJP വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ വളരെ ഒരു വലിയ വ്യത്യാസം രാഷ്ട്രീയ പാർട്ടികളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ചില നേതാക്കന്മാരുടെ പേരെടുത്ത് നമ്മൾ സംസാരിക്കുന്നതല്ലാതെ എന്താണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ഒരു പ്രതിപക്ഷമായി നിന്നുകൊണ്ട് അവർ എടുക്കുന്ന തീരുമാനങ്ങൾ, എന്തെങ്കിലും തീരുമാനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? കുറേ വർഷങ്ങളായി ഒന്നും നടക്കുന്നില്ല. അതേസമയം ഒരു യഥാർത്ഥ പ്രതിപക്ഷം, കഴിഞ്ഞ ദിവസം ആരോ എഴുതിയ ഒരു ആർട്ടിക്കിൾ കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്നു, നിഷ്പക്ഷമായിട്ട് എഴുതിയിരിക്കുന്നത്, അതായത് BJPയെ പുകഴ്ത്താനോ K സുരേന്ദ്രനെ പുകഴ്ത്താനോ ഒന്നും എഴുതിയതല്ല. കേരളത്തിൽ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സമയമായിരുന്നു K സുരേന്ദ്രൻ BJP അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നത് എന്ന് പറയുന്ന ഒരു വാചകം ഞാൻ വായിച്ചു. അപ്പോൾ ജനങ്ങൾ അത് ചിന്തിക്കുന്നുണ്ട്. അവർ തുറന്നു പറയാൻ പലയിടത്തും ധൈര്യപ്പെട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് മെനക്കെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ യഥാർത്ഥ പ്രതിപക്ഷമായി BJP അവിടെയുണ്ട്. കേരളത്തിൽ ഇപ്പം പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നത് ആരാണ്? കോൺഗ്രസ് ആണോ? കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഒരു പത്രസമ്മേളനത്തിൽ, VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ ഒതുങ്ങുകയല്ല. എന്ത് തീരുമാനങ്ങളായാലും എന്ത് പരിപാടികളായാലും ഒരു പത്രസമ്മേളനത്തിൽ ഒതുങ്ങുകയാണ്. അതിനപ്പുറത്തേക്കൊന്നും കിട്ടുന്നില്ല ജനങ്ങൾക്ക് ഒരു പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ. ആക്ട് ചെയ്യാത്തതിൻ്റെ കാരണം മറ്റു പലതുമുണ്ട്. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് അവിടെ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. ഇപ്പം K സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് BJP ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെടുകയുണ്ടായി. ഇപ്പോൾ ശബരിമല വിഷയത്തിൻ്റെ നായകനായി വന്നതാണ് വീണ്ടും സുരേന്ദ്രൻ്റെ ഒരു റീ എൻട്രി. അദ്ദേഹത്തിനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചതുപോലും ഒരു ശബരിമല സമരം ആണ് എന്ന് പറയാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, വലിയ സമരമുഖങ്ങൾ. ഇപ്പോൾ TP സിന്ധുമോളെ തന്നെ പലപ്പോഴും പല സമരമുഖങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുമ്പോൾ, സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖറിലേക്ക് വരുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു സമരങ്ങളുടെ നായകനാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പ്രൊഫഷണലുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, അദ്ദേഹം വന്നതിന് ശേഷം ആദ്യം നില മെച്ചപ്പെടുത്തിയത് BJPയുടെ IT സെല്ലിൻ്റെ നിലയാണ് മെച്ചപ്പെടുത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നിൻ്റെ കാലത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ കേരളത്തിലെ പ്രവചനങ്ങൾക്ക് അതീതമായി അദ്ദേഹത്തെ സംസ്ഥാന അധ്യക്ഷനാക്കി വിടുമ്പോൾ കേന്ദ്രം ചിന്തിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും സമരമുഖങ്ങൾ തുറന്നു വെച്ചുകൊണ്ടുള്ള ഒരു സമരമായിരിക്കുമോ ഇനിയുള്ള കാലത്ത് BJPക്ക് വരാൻ പോകുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയും അജിറ്റേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റിയും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോയേ പറ്റൂ. ഒരു ഭാഗം എടുത്തും മറ്റൊരു ഭാഗം വേണ്ട എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർ വിഷയങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് രണ്ട് തരത്തിൽ ജനങ്ങൾ, പല തരത്തിൽ ജനങ്ങളുണ്ട്. ഈ ക്രിയേറ്റീവായിട്ടുള്ള ഇതുപോലെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക രാഷ്ട്രീയ പാർട്ടി, അതായത് വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞ ക്യാപ്ഷനാണ്, അദ്ദേഹത്തിൻ്റെ വികസന യാത്രയിലുണ്ടായതാണ് മാറാത്തത് ഇനി മാറും. ആ ഒരു വാക്കിലെല്ലാം ഉണ്ട്. അതായത് ഇത്രയും കാലമായിട്ട് 10-65 വർഷക്കാലമായിട്ട് കേരളത്തിൽ മാറാത്ത പലതും ഇനി മാറും എന്ന് അദ്ദേഹം ഒരു മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ആര് മാറ്റും? BJP മാറ്റും. ആ ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. അതുപോലെ ഒരു പ്രൊഫഷണലിസത്തിൽ കൂടിയുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള ഇടപെടൽ, അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. കാരണം അദ്ദേഹം ഒരു വ്യവസായിയാണ്, ടെക്കിയാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം സ്കിൽ ആൻഡ് ഡെവലപ്മെൻറ്റ്, അദ്ദേഹം സഹമന്ത്രി, കർണാടകയിൽ നിന്ന് വന്ന രാജ്യസഭാംഗമായിരുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനറിയാം, ആ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനറിയാം. അതേസമയം ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ഇന്നും അറിയാം, അജിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സമരമുഖങ്ങൾ തുറക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ചില പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത്, സ്പോട്ടിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് സമരമുഖങ്ങളിൽ കൂടി തന്നെയാണ്. അല്ലാതെ വേറെ നമുക്ക് മാറ്റി വെച്ച് പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ K സുരേന്ദ്രൻ പരാജയപ്പെട്ട ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു? ഒരിക്കലുമല്ല, വിജയിച്ച ഒരു സംസ്ഥാന അധ്യക്ഷനായിരുന്നു. കാരണം അദ്ദേഹം വിജയിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ കാണുന്നത് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം പറയുന്നതിനും
എതിരെ വന്ന അഭിപ്രായങ്ങളാണ്. എന്ത് തൊട്ടാലും വിമർശനങ്ങൾ അദ്ദേഹത്തിന് ആ ഒരുപാട്. വിമർശനങ്ങളാണ് ഒരു നേതാവ് വിജയിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി എന്തും ചോദിക്കാമെന്നൊരു ധൈര്യം മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കും എല്ലാവർക്കും അതിനുള്ള സ്പേസ് കൊടുത്തിരുന്നു. പക്ഷേ കൃത്യമായിട്ട് പറയേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ കാര്യങ്ങൾ അദ്ദേഹം നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. പല മാധ്യമപ്രവർത്തകർക്കും അത് അനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിക്കാനുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി. ഏതെങ്കിലും ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉത്തരമില്ലാതെ പോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ഇല്ല, എല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നു. അത്രയും വിമർശിക്കപ്പെട്ടത് അത്രയധികം ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാ പ്രശ്നം വരിക? അതായത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പ്രശ്നമാണത്. ഇപ്പം അവരുടെ വളർച്ചയാണ് മുരടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ വേറെ സ്റ്റേറ്റിൽ നിന്നൊന്നും അല്ലല്ലോ പാർട്ടിയിലേക്ക് ആള് ചേരുന്നത്, ഈ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ ബി ജെ പിയിലേക്ക് വരുന്നത്. അപ്പം ബി ജെ പിയിലേക്ക് ഒരു വലിയ ഒഴുക്കുണ്ടാവുന്നു, പുതിയ ആളുകൾ വരുന്നു, അതും പ്രമുഖരായ ആളുകൾ പാർട്ടി അംഗത്വം എടുക്കുന്നു. ഇതൊക്കെ സുരേന്ദ്രന്റെ കാലഘട്ടത്തിൽ നടന്നു. പ്രമുഖരെ എത്ര പേരെ നിലനിർത്താൻ സാധിച്ചു എന്നൊരു ചോദ്യം എല്ലാവരും ഉണ്ടല്ലോ, ആരും പോയിട്ടില്ലല്ലോ. ആരാ പോയത്? രാമഹംസനെ കെ സുരേന്ദ്രൻ കൊണ്ടുവന്നതല്ല. അല്ല, ആര് കൊണ്ടുവന്നാലും സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ് അത് ഇവരൊക്കെ സജീവമല്ലാതായി മാറിയത്, രാജസേന അടക്കം. അല്ല, അതിൽ തുറന്നു പറഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ പ്രവർത്തിക്കാൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഇപ്പോൾ തന്നെ MP ആവണം, രാജ്യസഭ MP ആവണം, എന്നെ നോമിനേറ്റ് ചെയ്യണം, എനിക്ക് ഇപ്പോൾ തന്നെ ഇന്ന ബോർഡ് കിട്ടണം, എനിക്കിപ്പോൾ തന്നെ ഞാൻ വന്നിട്ട് 3 ദിവസമേ ഉള്ളൂ മെമ്പർഷിപ്പ് എടുത്തിട്ട് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് പ്രസ്ഥാനമായാലും നമ്മൾ വരിക, ആ പ്രസ്ഥാനത്തോടൊപ്പം ഇഴുകിച്ചേരുക, ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. സാധാരണ പ്രവർത്തകർ പ്രവർത്തിക്കുന്ന പോലെ അഹോരാത്രം പ്രവർത്തിക്കുക അങ്ങനെയൊന്നും ഞാൻ പറയണില്ല, പുതിയ ഇതിന്ന് വന്ന്. പക്ഷെ അതുമായിട്ട് ചേർന്ന് നിന്ന് അതിലൊന്ന് ലയിച്ച് ചേർന്ന് ആ പ്രവർത്തനവുമായിട്ട് എന്താണ് അതിൻ്റെ ഐഡിയോളജി എന്നെങ്കിലും ഒന്ന് മിനിമം മനസ്സിലാക്കി വരുമ്പോഴല്ലേ ഒരു പ്രവർത്തകനാകൂ. അങ്ങനെയുള്ള ഒരു പ്രവർത്തകനല്ലേ സാമാന്യേന ഒരു പദവിയിലേക്ക് എത്താൻ സാധിക്കൂ. അതൊന്നും ചിന്തിക്കാതെ വരുന്നവരുണ്ടാവും. BJP ടിക്കറ്റിൽ മത്സരിച്ച ഭീമൻ രഘു പിന്നീട് CPM-ലേക്ക് പോയത് സുരേന്ദ്രന്റെ കാലഘട്ടത്തിലാണ്. ഇവരൊക്കെ എന്താ വെച്ചാൽ അനാവശ്യമായി അവരെയൊക്കെ ബൂസ്റ്റ് ചെയ്തു എന്നൊരു തോന്നല് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പോയവരെ ആവശ്യമില്ലാത്തൊരു പരിഗണന പാർട്ടിക്ക് കൊടുത്തത് കൊണ്ടാണ് ഇത്ര വലിയൊരു തിരിച്ചടി നേരിട്ടത്. പാർട്ടി ആരെയും വിഷമിപ്പിക്കാൻ ശ്രമിക്കാറില്ല. പാർട്ടിയിലേക്ക് ഒരാൾ വരണമെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ, പക്ഷെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വരുന്ന ഒരിക്കലും പാർട്ടി സംസ്ഥാന അധ്യക്ഷനോ ഞങ്ങൾ ആരുമോ അതിന് ശ്രമിക്കില്ല. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ അവരെ ഏറ്റവും മുന്നിലാണ് ഇരുത്താൻ ശ്രമിക്കുന്നത്. മനസ്സിലായി? ഇത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ ഞാൻ പറയാതെ മനസ്സിലാവില്ല. പക്ഷേ BJP-യിലുള്ള ഞങ്ങൾക്കുള്ളൊരു കൾച്ചർ, സത്യം പറഞ്ഞാൽ ആ ഒരു സംസ്കാരം ഞങ്ങൾ കാണിക്കും. പുതിയതായിട്ട് വരുന്നവരെ നമ്മൾ അതുപോലെ ചേർത്ത് പിടിക്കും. ഒരു സ്റ്റെപ്പ് നമ്മുടെ മുന്നിൽ നിർത്താൻ തന്നെ ശ്രമിക്കുള്ളൂ. പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വരുന്നവർ മനസ്സിലാക്കണം. അവരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാതിലാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നാൽ അങ്ങനെയുള്ളവർക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇത് കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കൂട്ടായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അവിടെ ഞാൻ പരിഗണിക്കപ്പെടുമെങ്കിൽ ഞാൻ പരിഗണിക്കപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇതിൽ നിൽക്കാൻ സാധിക്കുള്ളൂ. BJP-ക്കുള്ളിൽ ഗ്രൂപ്പുകളുണ്ടോ? BJP-യിൽ ഗ്രൂപ്പില്ല. അതായത് BJP-യിൽ ഒരുപാട് നല്ല മുഖങ്ങളുണ്ട്, നേതാക്കന്മാരുണ്ട്. അത് ഗ്രൂപ്പ് എന്ന് പറയാൻ സാധിക്കില്ല. അവർക്കെല്ലാം അഭിപ്രായങ്ങളുള്ള നേതാക്കന്മാരാണ്. അഭിപ്രായങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയാനായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. പാർട്ടിക്കുള്ളിൽ, പാർട്ടിക്ക് പുറത്ത് പറയുന്നതല്ല ഞാൻ പറയുന്നത്, പാർട്ടിക്കുള്ളിൽ പറയുന്നതാണ് മര്യാദയും ഉചിതമായിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ സംസാരിക്കാം. ആ മുഖങ്ങൾ പറയുന്നതൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് ഇവിടെ എന്താ പറയുക, അതിനെ മാറ്റിയെടുക്കുകയാണ്. പക്ഷെ പാർട്ടിയുടെ പ്രവർത്തനം ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഈ പാർട്ടി നേതാക്കന്മാർക്ക് എന്ത് ഡ്യൂട്ടിയാണോ പാർട്ടി അസൈൻ ചെയ്യുന്നത് ആ ഡ്യൂട്ടിയാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ എനിക്കിഷ്ടമുള്ളതേ ഞാൻ ചെയ്യൂ, അല്ലാതെ ഞാൻ ഇന്നത് ചെയ്യും നിങ്ങളത് ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല പാർട്ടിയിൽ. ഗ്രൂപ്പായിട്ടിരുന്ന് ചിന്തിച്ച് ഗ്രൂപ്പായിട്ട് പറഞ്ഞ് ഗ്രൂപ്പായിട്ട് അസൈൻ ചെയ്യുന്നു, ഒരാൾക്ക് ഇന്ന ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് അദ്ദേഹം ചെയ്യുക. ഒരിക്കലും ഗ്രൂപ്പില്ല. തൃശ്ശൂർ തിരഞ്ഞെടുപ്പ് സമയത്ത്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJP-യിലേക്ക് വന്ന പത്മജ വേണുഗോപാൽ ഇന്ന് എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ സജീവമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. BJP-യിലേക്ക് കടന്നവരുടെ സ്പേസ് ഇല്ലാതാക്കുകയും തിരിച്ച് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണെന്ന്. പത്മജ വേണുഗോപാൽ വളരെ ശക്തയായിട്ട് പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്.
പക്ഷെ ഇവിടെ ക്യാമ്പയിനിങ്ങുകൾക്കൊന്നും അവർ കാണുന്നില്ല. ക്യാമ്പയിനിങ്ങിന് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂർ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. അവരെ ക്ഷണിച്ചിട്ടുണ്ട്, പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർ പാർട്ടിക്കുള്ളിലുണ്ട്. ഇപ്പോൾ ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ വന്നു, അദ്ദേഹം ജില്ലകൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു താൽക്കാലിക സംവിധാനം ഇപ്പോൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ക്ലസ്റ്ററുകൾ, ഇപ്പോൾ ഡിവിഷൻ ക്ലസ്റ്ററുകളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം ശ്രദ്ധിച്ച് നിൽക്കുകയാണ്, അവിടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇനി ആ സംസ്ഥാന ടീം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ മാത്രമേ അത് വളരെ വലിയൊരു മുന്നേറ്റമായിട്ട് വരുള്ളൂ, പ്രവർത്തനത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ പത്മജ വേണുഗോപാൽ അവിടെ തന്നെയുണ്ട്. അവരോട് പറയുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അവരെ ഒരുപാട് ഈ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ അതല്ല അവരെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള നേതാവ് എന്നുള്ള രീതിയിൽ, അല്ലെ ഒരു വനിത എന്നുള്ള രീതിയിൽ അവരോട് പാർട്ടി പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, കൃത്യമായി ഇടപെടുന്നുണ്ട്. ഇടപെടുന്നു. നഷ്ടം ബിജെപിക്ക് ഒരു വലിയ തിരിച്ചടിയല്ലേ? ഇല്ല, സത്യത്തിൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് വേളയിൽ സന്ദീപ് വാര്യരെ പോലൊരു സംസ്ഥാന നേതാവ് പാർട്ടി വിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയിലേക്കൊക്കെ പോകുന്നു. അതൊരു പാലക്കാട് ഇലക്ഷനിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് ഇലക്ഷൻ റിസൾട്ടുകൾ കാണിച്ചു തന്നു. സന്ദീപ് വാര്യർ സജീവമായി കോൺഗ്രസിൻ്റെ വക്താവായി തുടരുന്നു, കോൺഗ്രസിൽ നേതാവായി തന്നെ തുടരുകയാണ്. സന്ദീപ് വാര്യർ പോയത് കൊണ്ട് പാർട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് പാർട്ടിയിൽ വരും. പാർട്ടിക്ക് അങ്ങനെ യുവതലമുറയെ കൊണ്ടോ അല്ലെങ്കിൽ യുവാക്കളെ കൊണ്ടോ അല്ലെങ്കിൽ പ്രഗത്ഭരായ വക്താക്കളെ കൊണ്ടോ ഒന്നും ഒരു കുറവും ഒന്നുമില്ല. ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. സന്ദീപ് ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. കാരണം പാർട്ടി ഒരു പാലക്കാട് പോലെയുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുകയും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റേത് എനിക്ക് ഞാൻ എന്നുള്ള ചിന്താഗതിയിൽ പാർട്ടി ആ സമയമല്ല അതിനുപയോഗിക്കേണ്ടത്.